ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന്റെ സ്കിൽ സെറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഡേറ്റാബേസ് ഡിസൈനിങ്. ഒരു ഡേറ്റാബേസ് എന്താണ്, നിങ്ങളുടെ ബിസിനസ് സൊല്യൂഷനിൽ ഈ ഡേറ്റാബേസിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അതുകൂടാതെ ഈ ഡേറ്റാബേസിനെ ഒന്നും പറ്റി വലിയ ധാരണ ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ ഒരു ഡേറ്റാബേസ് ഡിസൈൻ ചെയ്യാം, ഈ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കഥ തുടങ്ങുന്ന ഒരു കുഗ്രാമത്തിലാണ്. അവിടെ ഒരു ചെറിയ പലചരക്കട. ഈ കടയിലെ കടക്കാരൻ അവിടെ വരുന്ന ആൾക്കാർക്ക് സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നു, അതെല്ലാം ഇങ്ങനെ പേപ്പറിൽ എഴുതി കൊടുക്കുന്നു. അതുകൂടാതെ അവിടെ ഈ പറ്റുവടിയുടെ സമ്പ്രദായമുണ്ട്. ഈ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നവർ അപ്പം പൈസ കൊടുക്കില്ല, ഇതെല്ലാം കൂടെ എടുത്ത് മാസത്തിന്റെ അവസാനമായിരിക്കും പൈസ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു ദിവസം ഈ കടക്കാരന് ലോട്ടറി അടിച്ചപ്പോൾ അങ്ങനെ വിചാരിച്ചു, എന്നാൽ ഈ സംഗതി എല്ലാം കൂടെ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണുമല്ലോ, ഒന്ന് രണ്ട് കമ്പ്യൂട്ടർ വെക്കാം, സോഫ്റ്റ്വെയർ വെക്കാം, ഇതെല്ലാം വെച്ച് സെറ്റാക്കാം. അപ്പോൾ ഇങ്ങേരെ കയ്യിലുള്ള ഇതുവരെയുള്ള വിവരങ്ങൾ ഒരു സോഫ്റ്റ്വെയറിലേക്ക് മാറ്റും. ആ സോഫ്റ്റ്വെയറിൻ്റെ ഡേറ്റാബേസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം നമ്മുടെ ഈ കടക്കാരൻ്റെ രണ്ട് ലിസ്റ്റാണ് മെയിനായിട്ടുള്ളത്. ഒന്ന്, അങ്ങനെ ഓരോ ദിവസം ആരെങ്കിലും എന്തെല്ലാം വാങ്ങിക്കും എന്നുള്ളത് ഇങ്ങനെ എഴുതിയിടും. അതുകൂടാതെ വേറൊരു ലിസ്റ്റ് ഉണ്ട്, ഓരോ ദിവസവും ആൾക്കാർ എന്തെല്ലാം വാങ്ങിച്ചു അതിന് പറ്റെത്ര രൂപയുണ്ടെന്നുള്ളത്. ഈ പറ്റിൻ്റെ പൈസ എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് വേണം മാസാവസാനം ഇവരുടെ ഇങ്ങനെയൊക്കെ കാശ് വാങ്ങിക്കാം. കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഡേറ്റാബേസ് എന്താണെന്ന് പറയാം. നമ്മുടെ ചുറ്റുമുള്ള ഇൻഫർമേഷൻ, നമ്മുടെ കടക്കാരനെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ രണ്ട് ലിസ്റ്റ്, വിറ്റുവരവിന്റെ ലിസ്റ്റ്, പിന്നെ അതുകൂടാതെ ഈ പറ്റുപടിയുടെ ലിസ്റ്റ്, ഇത് രണ്ടുമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻഫർമേഷൻ. അത് തന്നെയാണ് ഡേറ്റ. ഈ ഇൻഫർമേഷൻ പറയുന്ന പേരാണ് ഡേറ്റ. നമ്മുടെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഫർമേഷൻ അങ്ങോട്ട് റീഡ് ചെയ്യും, റൈറ്റ് ചെയ്യും, അതിൽ പുതിയ ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്യും. അതായത് പുതിയൊരു പർച്ചേസ് നടത്തി അതിന്റെ ഇൻഫർമേഷൻ ആഡ് ചെയ്യും, പുതിയൊരാൾ പറ്റ് നടത്തി അതിന്റെ ഇൻഫർമേഷൻ ആഡ് ചെയ്യും, പിന്നെ ഇതൊന്ന് റീഡ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യും. ഇതുപോലത്തെ കാര്യങ്ങളാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഈ ഇൻഫർമേഷന്റെ മേത്ത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഇൻഫർമേഷൻ എവിടെയെങ്കിലും സ്റ്റോർഡ് ആവണം. ആ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരാണ് ഡേറ്റാബേസ്. പല ടൈപ്പ് ഡേറ്റാബേസ് ഉണ്ട്, റിലേഷണൽ ഡേറ്റാബേസ് ഉണ്ട്, ഡോക്യുമെന്റ് ഡേറ്റാബേസ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഡേറ്റാബേസ് ഉണ്ട്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് റിലേഷണൽ ഡേറ്റാബേസിനെ പറ്റിയാണ്. ഒരു റിലേഷണൽ ഡേറ്റാബേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ലിസ്റ്റ് പോലെ തന്നെ ഈ ഒരു ലിസ്റ്റിൽ ഒരു ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ആണല്ലോ സ്റ്റോർ ചെയ്യുന്നത്, പർച്ചേസിന്റെ ഡീറ്റെയിൽസ്. വേറൊരു ലിസ്റ്റിന്റെ അകത്ത് പറ്റിന്റെ ഡീറ്റെയിൽസ്, അതായത് ക്രെഡിറ്റിന്റെ ഡീറ്റെയിൽസ്. അപ്പൊ ഇതേപോലെ മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ഇൻഫർമേഷനെ മൾട്ടിപ്പിൾ ടേബിൾസിലായിട്ട് സ്റ്റോർ ചെയ്യും. അപ്പൊ അത് നമ്മൾ ഇവിടെ ഈ ലിസ്റ്റ് യൂസ് ചെയ്യുന്നതിന് വരെ അവിടെ ഡേറ്റാബേസിലേക്ക് എത്തുമ്പോൾ അത് ടേബിൾസ് ആവും. ഇനി ഈ ടേബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ഫോം ചെയ്യും. അത് എങ്ങനെയാണ് ആ റിലേഷൻഷിപ്പ് ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് എഫക്റ്റീവായി ടേബിൾ ഡിസൈൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിയിരുന്ന് കാണാം. അപ്പൊ നമുക്ക് എങ്ങനെ ഡേറ്റ പ്രോപ്പർലി ടേബിൾസിൽ സ്ട്രക്ചർ ചെയ്യുക, എങ്ങനെ ഈ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുക, ഇതിന്റെ അകത്തുള്ള ഡേറ്റ എങ്ങനെ ഇരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ആ സെറ്റ് ഓഫ് റൂൾസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് നോർമലൈസേഷൻ റൂൾസ്. ഈ നോർമലൈസേഷൻ റൂൾസിന്റെ കാര്യം പറയുകയാണെങ്കിൽ പല ടൈപ്പ് ഓഫ് നോർമലൈസേഷൻസ് ഉണ്ട്. ഈ നോർമലൈസേഷൻ റൂൾസ് അംഗീകരിക്കുമ്പോൾ നമ്മുടെ ഡേറ്റാബേസ് അതാത് നോർമൽ ഫോമിലാണെന്ന് പറയും. അങ്ങനെ തന്നെ ഫസ്റ്റ് നോർമൽ ഫോം ഉണ്ട്, സെക്കൻഡ് നോർമൽ ഫോം ഉണ്ട്, തേർഡ് നോർമൽ ഫോം ഉണ്ട്, അങ്ങനെ സിക്സ്ത് നോർമൽ ഫോം വരെ ഉണ്ട്. അപ്പോൾ ഈ നോർമൽ ഫോം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു സ്റ്റാർ ഹോട്ടലിന്റെ എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ 1 സ്റ്റാർ ഹോട്ടലിനേക്കാളും നല്ലതാണ് 2 സ്റ്റാർ ഹോട്ടൽ, 2 സ്റ്റാർ ഹോട്ടലിനേക്കാളും നല്ലതാണ് 3 സ്റ്റാർ ഹോട്ടൽ, അങ്ങനെ 3 സ്റ്റാറിനേക്കാളും നല്ലതാണ് 4 സ്റ്റാർ, അങ്ങനെ പോകും. അതുപോലെ തന്നെ ഫസ്റ്റ് നോർമൽ ഫോമിൽ കിടക്കുന്ന ഒരു ഡേറ്റാബേസിനേക്കാളും നല്ലതായിരിക്കും സെക്കൻഡ് നോർമൽ ഫോമിൽ കിടക്കുന്ന ഒരു ഡേറ്റാബേസ്. ഈ സെക്കൻഡ് നോർമൽ ഫോമിൽ കിടക്കുന്ന ഡേറ്റാബേസിനേക്കാളും നല്ലതായിരിക്കും തേർഡ് നോർമൽ ഫോമിൽ കിടക്കുന്ന ഡേറ്റാബേസ്. അതിനേക്കാളും നല്ലതായിരിക്കും ഫോർത്ത് നോർമൽ ഫോമും ഫിഫ്ത്ത് നോർമൽ ഫോമും. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വേറെ നോർമൽ ഫോംസ് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ പ്രാക്ടിക്കൽ കേസസിലേക്ക് വരുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഡേറ്റാബേസ് അറ്റ്ലീസ്റ്റ് ഒരു തേർഡ് നോർമൽ ഫോമിലെങ്കിലും ആവണം. ഈ നോർമലൈസേഷൻ റൂൾസ് ഒന്നും ഫോളോ ചെയ്യാത്ത ഒരു ഡേറ്റാബേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീനോർമലൈസ്ഡ് ഡേറ്റാബേസ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കടക്കാരന്റെ കയ്യിലുള്ള ഇൻഫർമേഷൻ ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ അത് ഡീനോർമലൈസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ഇനി ഈ ഡീനോർമലൈസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷനെ എങ്ങനെ നമ്മൾ ഫസ്റ്റ് നോർമൽ ഫോമിലേക്ക് കൊണ്ടുപോകാം, അതൊക്കെ അതിൽ കുറച്ച് ഒപ്റ്റിമൈസേഷൻസ് എല്ലാം ചെയ്ത് അതിനെ എങ്ങനെ സെക്കൻഡ് നോർമൽ ഫോമിൽ കൊണ്ടുപോകാം, അത് കഴിഞ്ഞിട്ട് വേറെയും കുറച്ച് ഒപ്റ്റിമൈസേഷൻ ചെയ്ത് അതിനെ എങ്ങനെ നമ്മൾ ഫൈനലി തേർഡ് നോർമൽ ഫോമിൽ കൊണ്ടുപോകാം എന്നുള്ളതായിരിക്കും നമ്മളിപ്പോൾ ഇവിടെ ചെയ്തു നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലുള്ള ലിസ്റ്റിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് കടക്കാരൻ്റെ കയ്യിലുള്ള പർച്ചേസസിന്റെ ലിസ്റ്റ്, അതിന് നമ്മൾ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടാണ് പേരിട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ പറ്റ് ആൾക്കാർ ആരൊക്കെ എത്രയൊക്കെ ഏതൊക്കെ ദിവസം പറ്റ് ഇതാക്കി എന്നുള്ളതും അത് നമ്മൾ ക്രെഡിറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ടേബിളിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് റിലേഷണൽ ഡേറ്റാബേസസ് ഉണ്ട്. അതായത് മൈക്രോസോഫ്റ്റ് ഇറക്കിക്കുന്ന റിലേഷണൽ ഡേറ്റാബേസ് ആണ് SQL സെർവർ. അതുപോലെ MySQL ഉണ്ട്, അത് ഓപ്പൺ സോഴ്സ് ആണ്. പിന്നെയുള്ളത് PostgreSQL ആണ്. അങ്ങനെ ഒരുപാട് റിലേഷണൽ ഡേറ്റാബേസസ് ഉണ്ട്. ഈ റിലേഷണൽ ഡേറ്റാബേസസിൽ എല്ലാത്തിലും ടേബിൾസ് ഉണ്ട്. ഈ ടേബിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യും, അതിൻ്റെ റിലേഷൻസ് എന്ന് പറയും. ഇതെല്ലാം ഒരേ കോൺസെപ്റ്റ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്.
അപ്പോൾ നമ്മളിപ്പോൾ ഇനി ഈ വീഡിയോയിൽ തുടർന്ന് അങ്ങോട്ട് പറയാൻ പോകുന്നത് ഈ പറഞ്ഞ എല്ലാ ഡേറ്റാബേസസിനും ആപ്ലിക്കബിൾ ആയതുകൊണ്ട് ഞാൻ ഒരു പെർട്ടിക്കുലർ റിലേഷണൽ ഡേറ്റാബേസ് എടുത്തിട്ടല്ല അത് ചെയ്യാൻ പോണേ, ഞാനിത് എക്സലിൽ വെച്ച് തന്നെ കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള രണ്ട് ടേബിൾസ്, അതായത് രണ്ട് ലിസ്റ്റുകൾ, അതിനെ നമ്മൾ ടേബിൾസ് ആക്കി നേരെ ടേബിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് യാതൊരു ഒപ്റ്റിമൈസേഷൻ ഒന്നും ചെയ്യാണ്ട് നമ്മൾ നേരെ ആ ലിസ്റ്റ് അതേപടി എടുത്ത് ഇവിടെ വെച്ചേക്കണോണ്ട് നമ്മൾ ഇതിനെ ഡീനോർമലൈസ്ഡ് ടേബിൾസ് എന്ന് പറയും. ഇപ്പം നോർമലൈസേഷൻ റൂൾസോ കാര്യങ്ങളോ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. നമ്മളിതിനെ നേരെ അതെങ്ങനെയായിരുന്നോ കടക്കാരൻ്റെ കയ്യിൽ ആ ലിസ്റ്റ് ഉണ്ടായിരുന്നത് അത് തന്നെ എടുത്ത് നമ്മൾ ടേബിൾ രൂപത്തിലേക്ക് മാറ്റും. അപ്പോൾ ആ ടേബിൾസ് ആണ് ഇവിടെ കാണുന്നതെന്ന് വിചാരിക്കും. ഈ ഡീനോർമലൈസ്ഡ് ആയിട്ടുള്ള ടേബിളിനെ എങ്ങനെ ഫസ്റ്റ് നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ആക്കാമെന്നാണ് നമ്മളിപ്പോൾ ചെയ്ത് നോക്കാൻ പോകുന്ന കാര്യം. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് നോർമൽ ഫോമിൻ്റെ ഓരോരോ റൂൾസ് പറയാം. ആ റൂൾസിൻ്റെ അകത്ത് ഇത് വരുന്നുണ്ടോ എന്ന് കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നോർമൽ ഫോമിൻ്റെ ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് ഒരു കോളത്തിൽ ഒന്നിൽ കൂടുതൽ വാല്യൂ ഉണ്ടാവാൻ പാടില്ല. അതായത് ഇപ്പോൾ ഒരു കോളത്തിൽ ഇവിടെ നോക്കുമ്പോൾ 2 എന്ന് പറഞ്ഞിട്ടൊരു ക്വാണ്ടിറ്റി കാണിക്കുന്നുണ്ടല്ലോ. ഇവിടെ 2,3 എന്ന് പറഞ്ഞിട്ട് കിടക്കണമെങ്കിൽ ഫസ്റ്റ് നോർമൽ ഫോമിൻ്റെ ഫസ്റ്റത്തെ റൂളിൻ്റെ ഒരു വയലേഷൻ ആയി. അപ്പോൾ ഇങ്ങനെ ഒരു വയലേഷൻ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഓരോ കോളംസിനും ഒരു ഡേറ്റ ടൈപ്പ് നമുക്ക് എൻഫോഴ്സ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞല്ലോ, ഡേറ്റ ടൈപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ കോളത്തിനും അതിൽ ഏത് ടൈപ്പ് ഓഫ് വാല്യൂസ് ആണ് എടുക്കുക എന്നുള്ളത് നമുക്ക് അതിൻ്റെ ഡേറ്റ ടൈപ്പായിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ടെക്സ്റ്റ് ഒക്കെ വരുന്നതാണ്, ഇപ്പോൾ ആൾക്കാരുടെ പേര് വരുന്നത്, അതിനൊക്കെ നമുക്ക് NORCHAR അല്ലെങ്കിൽ ORCHAR എന്ന് പറഞ്ഞാൽ അതായത് ടെക്സ്റ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ള ഡേറ്റ ടൈപ്പ് ഉണ്ട്. അതുപോലെ നമുക്കിപ്പോൾ ഒരാളുടെ പ്രായമാണ് വരുന്നത് അല്ലെങ്കിൽ ഒരു നമ്പറാണ് വരുന്നത്, അതിനൊക്കെ നമുക്ക് ഇൻഡ്, അതായത് ഇൻഡിജറിനുള്ള ഡേറ്റ ടൈപ്പാണ് ഇൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ നമുക്ക് ഈ ഡെസിമലൊക്കെ വരുന്ന സാധനത്ത് നമുക്ക് ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഡേറ്റ ടൈപ്പ് വെച്ചിട്ട് നമുക്ക് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു കോളത്തിന് നമ്മളൊരു ഡേറ്റ ടൈപ്പ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, ഇന്ന ഡേറ്റ ടൈപ്പിലായിരിക്കും ആ കോളം എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ കോളത്തിൽ ഇന്ന ഡേറ്റ ടൈപ്പ് അല്ലാതെ വേറെ എന്ത് വന്നു കഴിഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യില്ല. ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മൾ ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിലാണ്. നമ്മൾ ഇന്ന കോളം ഇന്ന ടൈപ്പിലായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കുക, ആദ്യമേ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ D എന്ന് പറഞ്ഞിട്ടുള്ള കോളം നമ്പേഴ്സ് ആയിരിക്കണം. ഈ ഡേറ്റ ടൈപ്പ് നമ്മൾ ഇവിടെ എൻഫോഴ്സ് ചെയ്തു. ഇനിയിപ്പോൾ 2 അല്ലാതെ ഇവിടെ ABCD എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ഇവിടെ വരികയാണെങ്കിൽ അതിനെ എടുക്കില്ല. 2,3 എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് 2 നമ്പേഴ്സായി, ഒരു നമ്പർ അല്ലല്ലോ, അതും എടുക്കില്ല. അപ്പൊ അങ്ങനെ കുറച്ച് കൺസ്ട്രെയിൻസ്, അതായത് ഡേറ്റ ടൈപ്പ് ഇന്ന കോളത്തിൽ ഇന്ന ടൈപ്പിലുള്ള ഡേറ്റ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻ നമ്മൾ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഫസ്റ്റത്തെ റൂളിനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യും. ഇനി ഫസ്റ്റ് നോർമൽ ഫോമിലെ രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് കോളം നെയിംസ് യുണീക്ക് ആയിരിക്കും. ഈ 2 ടേബിളിലും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉള്ള കോളം നെയിംസ് എല്ലാം യുണീക്ക് ആണ്. ഇവിടെ ഐറ്റം എന്ന് പറഞ്ഞിട്ട് രണ്ടാമതൊരു കോളം ഇല്ല, അതല്ല കസ്റ്റമർ ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു കോളം ഇല്ല. ഇത്തരം കാര്യങ്ങൾ അങ്ങനെ കിടക്കുന്നതുകൊണ്ട് ആ ഒരു റൂള് ഇതങ്ങ് സാറ്റിസ്ഫൈ ചെയ്തു പോകും. നമ്മുടെ ക്രെഡിറ്റിൻ്റെ അടുത്ത കാര്യം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോളം നെയിംസ് എല്ലാം യുണീക്കാണ്. മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ഫസ്റ്റ് നോർമൽ ഫോമിൻ്റെ ആണ്. മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ഡേറ്റയുടെ റോ ഓർഡറിങ് ഡസ് നോട്ട് മാറ്റർ എന്നുള്ളതാണ്. അതായത് നമ്മൾ എങ്ങനെയൊക്കെ ഈ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്റ്റോർ ചെയ്യുന്ന ഓർഡർ കൊണ്ട് ഡേറ്റ ബാധിക്കപ്പെടരുത്. അപ്പം ഞാൻ ഈ ജൂലൈ 1-ാം തീയതി 10:30 ഒരു പാക്കറ്റ് ഗോതമ്പ് പൊടി വാങ്ങിച്ചു എന്നുള്ളത് ഇവിടെ നിന്ന് മാറ്റി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇടുകയാണ് എന്ന് വെച്ച് ഡേറ്റയ്ക്ക് പ്രത്യേകിച്ച് യാതൊരു മാറ്റം വരുന്നില്ല. ഈ ഇൻഫർമേഷൻ തന്നെയാണ് നേരത്തെ ഉണ്ടായിരുന്നത്, ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ആ ഒരു റൂളും ഇവിടെ സാറ്റിസ്ഫൈഡ് ആവുകയാണ്. ഇനി നാലാമതായിട്ടൊരു വളരെ ഇമ്പോർട്ടൻറ്റ് റൂളുണ്ട് നമ്മളെ ഫസ്റ്റ് നോർമൽ ഫോമിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ റോസിലെല്ലാം യുണീക്ക് ആയിരിക്കണം. ഈ റോസ് യുണീക്ക് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോയിൽ എല്ലാ കോളത്തിലും ഹോൾഡ് ചെയ്യുന്ന വാല്യൂസ് വേറൊരു റോയിൽ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ജൂലൈ 1 10:30 റൈസ് 2 പാക്കറ്റ് വാങ്ങിച്ചു എന്ന് പറഞ്ഞത് ഇവിടെ ഉള്ള പോലെ ഞാൻ ഒരു എൻട്രിയും കൂടെ ഇവിടെ വരുത്താണ്. അപ്പോൾ ഈ 2 റോസും ഒന്ന് തന്നെയായി. ഇങ്ങനെ ഒരു ഓപ്പറേഷനെ തടുക്കുന്ന രീതിയിൽ നമ്മുടെ ഡേറ്റാബേസിൽ യാതൊരു സെറ്റപ്പും ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പുതിയതായിട്ടൊരു കോളം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആ കോളത്തിൻ്റെ പേരാണ് ട്രാൻസാക്ഷൻ ID. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ ID എന്ന് പറഞ്ഞ കോളത്തിൽ ഞാൻ 1-2 റൂൾസും കൂടെ വെക്കുകയാണ്. അതായത് ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് അതൊരു ഇൻറ്റിജർ നമ്പർ ആയിരിക്കണം. അതായത് 1, 2, 3 എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു നമ്പർ. പിന്നെ അത് എല്ലാ പ്രാവശ്യവും ഒരു പുതിയ റോ ഇവിടെ ഞാൻ ഇൻസേർട്ട് ചെയ്യുമ്പോൾ, അതായത് ഒരു പുതിയ എൻട്രി ഇടുമ്പോൾ ഈ ട്രാൻസാക്ഷൻ ID-യുടെ വാല്യൂ ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻറ്റ് ചെയ്യും, പ്രീവിയസ് വാല്യൂ നിന്ന് 1 കൂടും. ഇനി മൂന്നാമത് ഞാൻ വെക്കാൻ പോകുന്ന റൂള്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂള്, ഈ ട്രാൻസാക്ഷൻ ID എല്ലാ സമയത്തും യുണീക്ക് ആയിരിക്കണം. ഇവിടെ ഞാൻ 1 എന്ന് പറഞ്ഞിട്ടൊരു ട്രാൻസാക്ഷൻ ID യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ
ഇവിടെ അത് 2 എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസാക്ഷൻ ഐ ഡി ആയിരിക്കണം പിന്നീട് യൂസ് ചെയ്യാൻ പാടില്ല. ഈ കണ്ടീഷൻസും റൂൾസും എല്ലാം നമ്മൾ നേരത്തെ ഡേറ്റ ടൈപ്പ് സെറ്റ് ചെയ്ത പോലെ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന ടൈം സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഓൾട്ടർ എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ് ഉണ്ട്. ഈ ഓൾട്ടർ വെച്ചിട്ട് നമുക്ക് ഒരു ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടേബിളിൽ ഈ കണ്ടീഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്കൊന്നും ഞാനിപ്പോൾ ഡീറ്റെയിലായി കിടക്കുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ 1 ആയി 2 ആയി ബാക്കിയുള്ളതിനൊക്കെ അതുപോലെ വാല്യൂസ് ആയി. ഈ 1-ാം തീയതി 10:30 2 പാക്കറ്റ് അരി വാങ്ങിച്ചു എന്ന് പറയുന്ന ഡേറ്റ ഈ റോയിലും കിടക്കുന്നുണ്ട്, ഈ റോയിലും കിടക്കുന്നുണ്ട്. എന്നാൽ ഇതിപ്പോൾ യുണീക്ക് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ട്രാൻസാക്ഷൻ ഐ ഡി കൂടി ഇവിടെ വന്നപ്പോൾ ഈ റോയിലെ എല്ലാ കോളംസിലെ വാല്യൂസും അതേപടിയല്ല ഈ റോയിലെ എല്ലാ കോളംസിലെയും വാല്യൂസ് ആയിട്ട് വന്നു. ട്രാൻസാക്ഷൻ ഐ ഡി ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 12 ആയി. അപ്പം അങ്ങനെ നമ്മളൊരു യുണീക്നെസ് അച്ചീവ് ചെയ്തു. അപ്പോൾ ഈ 4 റൂൾസും ഫോളോ ചെയ്ത് വന്നപ്പോൾ നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ ടേബിൾ നോർമലൈസ്ഡ് ആയി. അതുപോലെ ഈ ക്രെഡിറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ടേബിളിലും ഞാൻ ഇതുപോലെ ഒരു കോളം കൊണ്ടുവന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ 3/7/2024 11 മണിക്ക് ടോം 125 രൂപ പറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടി ഇവിടെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ ക്രെഡിറ്റ് ഐ ഡി ഇവിടെ വരുമ്പോൾ അതിൻ്റെ വാല്യൂ പുതിയതാവുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഇത് യുണീക്ക് ആവുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോർമൽ ഫോമിൻ്റെ 4 കണ്ടീഷൻസും അവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്ത നോർമലൈസേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടം വരെ നടന്ന കാര്യങ്ങളിൽ 1-2 കാര്യങ്ങൾ അഡീഷണലി പറയാനുണ്ട്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻസ്, അതായത് പർച്ചേസസ് ഒക്കെ ലിസ്റ്റ് ചെയ്യുന്ന ടേബിളിൽ അത് ട്രാൻസാക്ഷൻ ഐ ഡി എന്ന് പറഞ്ഞൊരു കോളം കൊണ്ടുവന്നു. ഈ കോളത്തിന് നമ്മൾ പറയുന്ന പേരാണ് പ്രൈമറി കീ. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഈ പറ്റിൻ്റെ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്ന ടേബിളിൽ നമ്മൾ വേറൊരു കോളം കൊണ്ടു ക്രെഡിറ്റ് ഐ ഡി എന്ന് പറയും. അതും ഒരു പ്രൈമറി കീ ആണ്. ഈ പ്രൈമറി കീ എന്ന് പറയുന്ന കോളത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഒരു ടേബിളിലെ ഒരു സ്പെസിഫിക് റോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ പ്രൈമറി കീനെ യൂസ് ചെയ്യാം. അതായത് നമ്മുടെ ഈ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് പറഞ്ഞ ടേബിളിൽ 5 എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ ഐ ഡി ഉള്ള റോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഈ റോയിനെ കാണിച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് ഡീറ്റെയിൽസ് ടേബിളിലും ഇത് ആപ്ലിക്കബിൾ ആണ്. സോ ഇവിടെ നമ്മളൊരു ഒറ്റ കോളം കൊണ്ട് നമ്മളൊരു പ്രൈമറി കീ ഉണ്ടാക്കി. ഈ പ്രൈമറി കീയുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആസ്പെക്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് യുണീക്ക് ആയിരിക്കണം. നമ്മൾ ഒരു കോളത്തിനെ പ്രൈമറി കീ ആക്കി വെക്കുന്നതാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് വേറൊരു പോസിബിലിറ്റി, നമുക്ക് ഒന്നിൽ കൂടുതൽ കോളംസിനെ കമ്പൈൻ ചെയ്ത് ഒരു പ്രൈമറി കീ ആക്കാം. അതിൻ്റെ പേരാണ് കോമ്പോസിറ്റ് പ്രൈമറി കീ. ഇപ്പോൾ ഒരു കോമ്പോസിറ്റ് പ്രൈമറി കീ എങ്ങനെയാണ് ആക്കുക എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ട്രാൻസാക്ഷൻ ഐ ഡി വയ്ക്കുന്നതിന് മുമ്പ് ഈ ടേബിൾ എങ്ങനെയായിരുന്നു അതിൻ്റെ അകത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഡേറ്റും ടൈമും ഉണ്ട്. ഓക്കെ, ഈ ഡേറ്റ്, ടൈം, ഐറ്റം, പിന്നെ കസ്റ്റമർ. ഡേറ്റ്, ടൈം, ഐറ്റം, കസ്റ്റമർ, ഈ 4 കോളംസും കൂടെ കമ്പൈൻ ചെയ്ത് ഞാനൊരു പ്രൈമറി കീ ഉണ്ടാക്കാമെന്ന് പറയും. അതായത് ജൂലൈ 1-ാം തീയതി 10:30 അരി ജോൺ ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി ഒരു റോയും കൂടെ ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡേറ്റാബേസ് സമ്മതിക്കില്ല. ഇതിനെ 3നെ ഞാൻ ചേർത്തിട്ടൊരു കോമ്പോസിറ്റ് പ്രൈമറി കീ ഉണ്ടാക്കി. ആ പ്രൈമറി കീൻ്റെ വാല്യൂ യൂണീക്കാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഉള്ള വാല്യൂ തന്നെയായിരിക്കും ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ട് ഈ ഡേറ്റാബേസ് അതിനെ സമ്മതിക്കില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയും നമുക്ക് പ്രൈമറി കീസ് സെറ്റ് ചെയ്യാം. ഇതിന് കോമ്പോസിറ്റ് പ്രൈമറി കീ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ കോമ്പോസിറ്റ് പ്രൈമറി കീയുടെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഒരു ടേബിൾ എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് പ്രൈമറി കീനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടേബിളാണ്. ഇതിൻ്റെ അത് ട്രാൻസാക്ഷൻ ഐ ഡി, ഡേറ്റ്, ടൈം, ഐറ്റം, ഈ 4ഉം കൂടെ ചേർന്നിട്ടാണ് ഒരു കോമ്പോസിറ്റ് പ്രൈമറി കീ ഉണ്ടാവുക. അതായത് ഈ 4 കോമ്പിനേഷൻ അക്രോസ് ദ ടേബിൾ യുണീക്ക് ആയിരിക്കും. ഇനി ട്രാൻസാക്ഷൻ ഐ ഡി 1, ഡേറ്റ് 7/1, ടൈം 10:30, റൈസ്, ഈ 4ഉം കൂടെ ചേർന്നിട്ടുള്ള ഒരു റോ ഇനി ആ ടേബിളിൽ വേറെ വരാൻ പാടില്ല. ഓക്കെ, ഇവിടെ വീറ്റ് ഫ്ലോർ ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷേ റൈസ് ആയിട്ട് വരുന്ന വേറൊരു ഐറ്റം ഈ ടേബിളിൽ വരാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സപ്ലയർ എന്ന് പറഞ്ഞിട്ടൊരു കോളം ഉണ്ട്. ഈ സപ്ലയർ എന്ന് പറയുന്നത് ഏത് ഐറ്റം ആണോ അത് പ്രൊവൈഡ് ചെയ്യുന്ന സപ്ലയർ ആണ്. ഇപ്പോൾ ഈ കടയിലേക്ക് സാധനങ്ങൾ സപ്ലയേഴ്സ് ആണല്ലോ കൊണ്ടുപോയി കൊടുക്കുക. ഇപ്പോൾ അരി കൊടുക്കുന്ന ഒരു സപ്ലയർ ആയിരിക്കും, ഗോതമ്പ് മാവ് കൊണ്ടുപോയി കൊടുക്കുന്ന വേറൊരു സപ്ലയർ ആയിരിക്കും, ഉപ്പ് കൊടുക്കുന്ന വേറൊരു സപ്ലയർ ആയിരിക്കും, പഞ്ചസാര കൊടുക്കുന്ന വേറൊരു സപ്ലയർ ആയിരിക്കും. ആ ഇൻഫർമേഷൻ തന്നെയാണ് ഇവിടെയും വച്ചിട്ടുള്ളത്. ഇവിടെ അരിയുടെ സപ്ലയർ ആണ് ABC കോൾ. ഈ സപ്ലയർ എന്ന് പറഞ്ഞിട്ടുള്ള കോളം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ റൈസ് എന്ന് പറഞ്ഞ ഐറ്റത്തിന് മാത്രമാണ്. ഇവിടെ ഈ വീറ്റ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റം വരുമ്പോഴത്തേക്കും അതിൻ്റെ സപ്ലയർ മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ
കോളം ഒരു എൻറ്റയർ ആയിട്ടുള്ള ഒരു കോമ്പോസിറ്റ് പ്രൈമറി കീനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, പക്ഷേ പാർട്ട് ഓഫ് ദ പ്രൈമറി കീനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് ഒരു നോൺ കീ ആട്രിബ്യൂട്ട് എന്ന് പറയും. ഈ കോളത്തിന് നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ആട്രിബ്യൂട്ട്. നമ്മൾ ടേബിൾസിനെ എൻറ്റിറ്റീസ് എന്ന് വിളിക്കും, കോളത്തിനെ ആട്രിബ്യൂട്ട് എന്നും വിളിക്കും. കീ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി കീയിൽ ഉള്ള ഒരു ആട്രിബ്യൂട്ടിനെ നമ്മൾ കീ ആട്രിബ്യൂട്ട് എന്ന് വിളിക്കും. ഇവിടെ നോക്കുമ്പോൾ ട്രാൻസാക്ഷൻ ഐ ഡി ഒരു കീ ആട്രിബ്യൂട്ടാണ്, ഡേറ്റ് ഒരു കീ ആട്രിബ്യൂട്ടാണ്, ടൈം ഒരു കീ ആട്രിബ്യൂട്ടാണ്, ഐറ്റം ഒരു കീ ആട്രിബ്യൂട്ടാണ്. എന്നാൽ ഈ സപ്ലയർ എന്ന് പറയുന്നത് ഒരു കീ ആട്രിബ്യൂട്ട് അല്ല. എന്തുകൊണ്ടാണ് സപ്ലയർ കീ ആട്രിബ്യൂട്ട് അല്ല നോൺ കീ ആട്രിബ്യൂട്ട് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കീ ആട്രിബ്യൂട്ട്, അതായത് പ്രൈമറി കീയിൽ ഇൻവോൾവ് ആയിട്ടുള്ള കോളംസ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ ഐ ഡി, ഡേറ്റ്, ടൈം, ഐറ്റം, ഈ പറഞ്ഞ 4 സപ്ലയർ എന്ന് പറഞ്ഞ കോളം അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് ഈ പ്രൈമറി കീയിൽ, കോമ്പോസിറ്റ് പ്രൈമറി കീയിൽ ഇൻവോൾവ് അല്ല. അപ്പൊ അതുകൊണ്ടാണ് അതിന് ഒരു നോൺ കീ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ നോൺ കീ കോളം എന്ന് പറയുന്നത്. ഈ സപ്ലയർ എന്ന് പറയുന്ന നോൺ കീ ആട്രിബ്യൂട്ട് ഈ ഐറ്റം എന്ന് പറയുന്ന ഒരൊറ്റ കീ ആട്രിബ്യൂട്ടിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അതായത് പാർട്ട് ഓഫ് ദ പ്രൈമറി കീനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, നോട്ട് ദി എൻറ്റയർ പ്രൈമറി കീ. എൻറ്റയർ പ്രൈമറി കീ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ 4 കൂടെ ചേർന്ന് വന്നത്. ഈ നോൺ കീ ആട്രിബ്യൂട്ട് പാർട്ട് ഓഫ് ദ പ്രൈമറി കീനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ വന്ന നമ്മൾ പറയും ഇത് സെക്കൻഡ് നോർമൽ ഫോമിനെ വയലേറ്റ് ചെയ്യുകയാണ്. ഒന്നുകൂടെ പറയാം, ഫസ്റ്റ് നോർമൽ ഫോമിലുള്ള ഒരു ടേബിൾ, അതായത് നമ്മൾ നേരത്തെ ചെയ്ത കാര്യങ്ങളെല്ലാം ചെയ്തു, ഇവിടെ യുണീക്കായി കോളം നെയിംസ് റിപ്പീറ്റ് ചെയ്യുന്നില്ല, റോ എൻറ്റയർലി ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല, പിന്നെ ഒരു കോളത്തിൽ ഒരൊറ്റ ടൈപ്പ് വാല്യൂ ഉള്ളൂ. ഇതെല്ലാം ഫസ്റ്റ് നോർമൽ ഫോമിൻ്റെ കാര്യങ്ങളാണ്. ഈ ഫസ്റ്റ് നോർമൽ ഫോമിൻ്റെ കാര്യങ്ങൾ കൂടാതെ സെക്കൻഡ് നോർമൽ ഫോമിലേക്ക് വരണമെങ്കിൽ ഒരു കോമ്പോസിറ്റ് പ്രൈമറി കീ യൂസ് ചെയ്യുന്ന അവസ്ഥയിൽ ഈ കോമ്പോസിറ്റ് പ്രൈമറി കീയുടെ പാർട്ടിനെ മാത്രമല്ല എന്നാൽ ഫുള്ളായിട്ടുള്ള കോമ്പോസിറ്റ് പ്രൈമറി കീനെ ഡിപ്പെൻഡ് ചെയ്ത് വേണം നോൺ കീ ആട്രിബ്യൂട്ട്സ് ഇരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് സെക്കൻഡ് നോർമൽ ഫോമിൻ്റെ ഒരു റൂള്. അപ്പോൾ സെക്കൻഡ് നോർമൽ ഫോമിൻ്റെ ഈ ഒരു കണ്ടീഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡേറ്റ മൊത്തം നമ്മൾ പല പല ടേബിൾസിലായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതായത് ഈ സപ്ലയർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ സത്യത്തിൽ ഈ ഐറ്റത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ടതാണ്. ഈ ഐറ്റം എന്ന് പറയുന്ന ഡേറ്റ ഇവിടെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ പല പല ടേബിൾസിലേക്ക് ആക്കി ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ടേബിൾസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ ഒരു ട്രാൻസാക്ഷൻസിൻ്റെ ടേബിളിൽ നിന്ന് ഞാൻ പതുക്കെ ഐറ്റംസിനെ എടുത്ത് മാറ്റി ഇവിടെ ഐറ്റംസിന് വേണ്ടി പ്രത്യേക ഒരു ടേബിളാണ്. ആ ഐറ്റം എന്ന് പറഞ്ഞ പ്രത്യേക ടേബിളിൽ ആ ഐറ്റത്തിൻ്റെ പ്രൈസും ഐറ്റത്തിൻ്റെ സപ്ലയറിൻ്റെ ലൊക്കേഷനും എല്ലാം ഇവിടെ കിടക്കുക. അതുപോലെ തന്നെ ഈ കസ്റ്റമറിൻ്റെ പേര് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അതിനെ ഞാൻ സെപ്പറേറ്റ് ഔട്ട് ചെയ്ത് വേറെ കസ്റ്റമറിന് തന്നെ വേറെ ടേബിൾ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് തന്നെയാണ് കസ്റ്റമറിൻ്റെ ഫോൺ നമ്പർ. ക്രെഡിറ്റ് വാല്യൂ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ പോലെ വേറൊരു ടേബിളിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രെഡിറ്റിൻ്റെ ട്രാൻസാക്ഷൻ ഐ ഡി, നേരത്തെ ടൈമും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി. ടൈം ഓൾറെഡി ഈ ട്രാൻസാക്ഷൻസിൻ്റെ ടേബിളിലുള്ളതുകൊണ്ട് അതേ ഡേറ്റ ഇവിടെ രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിൻ്റെ കാര്യമില്ലാത്തത് കൊണ്ട് ഈ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഐ ഡിനെ ഞാൻ ഇങ്ങോട്ടേക്ക് ലിങ്ക് ചെയ്തു. ഈ ലിങ്ക് ചെയ്യുന്ന ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് പോയിട്ട് 10ാം ക്ലാസ്സിലെയോ 12ാം ക്ലാസ്സിലേക്ക് പരീക്ഷ എഴുതുമ്പോൾ ആ സ്റ്റുഡൻറ്റ് അവിടെ അവരുടെ പേരല്ല എഴുതി കൊടുക്കുന്നത്, അവരുടെ റോൾ നമ്പർ ആയിരിക്കും. ഈ റോൾ നമ്പർ വെച്ചിട്ട് ഈ ആൻസർ പേപ്പറിൽ തിരിച്ച് ഈ സ്റ്റുഡൻറ്റിലേക്ക് ലിങ്ക് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ട്രാൻസാക്ഷൻസ് ടേബിളിലെ ട്രാൻസാക്ഷൻ ഐ ഡി ഇവിടെ ക്രെഡിറ്റ്സ് ടേബിളിൽ ട്രാൻസാക്ഷൻ ഐ ഡി എന്ന് പറഞ്ഞൊരു കോളാക്കി കൊടുത്തിട്ടുണ്ട്. ഇതേ കോളം വെച്ച് നമുക്ക് ഏതെല്ലാം ട്രാൻസാക്ഷനോടാണ് ഈ ക്രെഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ടേബിൾ സ്ട്രക്ചർ സെക്കൻഡ് നോർമൽ ഫോമിലാണ്. കാര്യം നമ്മൾ ആദ്യമേ അത് ഫസ്റ്റ് നോർമൽ ഫോമിലാണെന്ന് ഉറപ്പിച്ചു. അത് കൂടാതെ ഇതിലെവിടെയും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നോൺ കീ ആട്രിബ്യൂട്ട് പാർട്ട് ഓഫ് ദ പ്രൈമറി കീനോട് മാത്രമായിട്ട് റിലേറ്റഡ് ആയി കിടക്കുന്നില്ല. അത് ഉണ്ടായിരുന്നു, അത് നമ്മൾ സോൾവ് ചെയ്തു. അതുകൂടാതെ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് പല പല ടേബിളിലാക്കുകയും ചെയ്തു. ആ പല പല ടേബിളിലാക്കിയതിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരുപാട് ഡേറ്റ അവിടെ ഡ്യൂപ്ലിക്കേറ്റ് ആയി വന്ന് കിടന്നു. നേരത്തെ കസ്റ്റമറിന്റെ പേര് ഡ്യൂപ്ലിക്കേറ്റ് ആയി കിടന്നു. അപ്പോൾ അതെല്ലാം മാറ്റി ഞാൻ വേറൊരു ടേബിളിലേക്ക് മാറ്റി. ഫോർ എക്സാമ്പിൾ ജോൺ എന്ന് പറഞ്ഞൊരു കസ്റ്റമർ, ആ ജോൺ എന്ന് പറഞ്ഞൊരു കസ്റ്റമർ അടുത്ത ദിവസം പേര് മാറ്റി ജോനതൻ എന്ന് പറഞ്ഞ പേരാക്കണമെന്നായിരിക്കും. മാറ്റാലോ, ആർക്കാരുടെയും പേര് മാറ്റാലോ. അപ്പോൾ ജോനതൻ എന്ന് പറഞ്ഞ പേര് മാറ്റണം എന്നുണ്ടെങ്കിൽ നേരത്തെ രീതിക്ക് ആ ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടേബിളിൽ എല്ലാ കോളത്തിനും പോയിട്ട് നമ്മളവിടെ പേര് മാറ്റേണ്ടി വരും. അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞ ഒരൊറ്റ ടേബിൾ പേര് മാറ്റിയാൽ മതി. ഇപ്പോൾ സെക്കൻഡ് നോർമൽ ഫോമിൽ കിടക്കുന്നത് നമ്മുടെ ഈ ട്രാൻസാക്ഷൻസ് ടേബിളും ഈ ഐറ്റംസ് ടേബിളും കൂടി നോക്കി.
ഈ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പർച്ചേസസ് ഒക്കെ നടന്നിട്ടുള്ള കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുന്ന ടേബിൾ. ഐറ്റംസ് എന്ന് പറയുന്നത് ഐറ്റംസും അതിന്റെ സപ്ലൈസിന്റെയും ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്ന ടേബിൾ. ഇപ്പൊ ഈ ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ, അതായത് ജൂലൈ 1 10 നടന്നിട്ടുള്ള ട്രാൻസാക്ഷനിൽ ഒരു അരി വന്നിട്ടുണ്ട്. അതിനെക്കൊണ്ട് ഈ ട്രാൻസാക്ഷൻ ഈ ABC കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സപ്ലയറിനായിട്ട് ഇൻഡയറക്ട്ലി ഒരു ബന്ധം വന്നിട്ടുണ്ട്. കാര്യം എന്താ, ഐറ്റത്തിന്റെ ടേബിളിൽ അതിന്റെ കൂടെ തന്നെയാണ് ഈ സപ്ലയറിന്റെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഡയറക്റ്റ് ബന്ധത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ട്രാൻസിറ്റീവ് റിലേഷൻഷിപ്പ്. ഈ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസീസ് വന്നു കഴിഞ്ഞാൽ അത് തേർഡ് നോർമൽ ഫോമിൽ ആവില്ല. അപ്പോൾ ഈ ടേബിൾസിനെ ഒരു തേർഡ് നോർമൽ ഫോമിലേക്ക് ആക്കണമെങ്കിൽ നമ്മൾ ഇതിനെ ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്ത് അതിലെ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി നമ്മളങ്ങ് റിമൂവ് ചെയ്യും. അപ്പോൾ അത് റിമൂവ് ചെയ്തിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ ഈ ഐറ്റംസ് എന്ന് പറഞ്ഞ ടേബിളിൽ നിന്ന് സപ്ലയറിനെ സ്പ്ലിറ്റ് ചെയ്ത് സപ്ലയറിനെ ഞാൻ ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്തിരുന്നു. അപ്പോൾ സപ്ലയർ ID മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ സപ്ലയറിന് പുതിയൊരു ഫോൺ നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ എനിക്ക് ഈ സപ്ലയറിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഡയറക്റ്റായിട്ട് ഈ ഐറ്റത്തിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ഒപ്റ്റിമൈസേഷൻസും ഇത് ത്രൂ പോസിബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചേഞ്ച് വരുത്തിയതിനെ കൊണ്ട് നമുക്കിത് തേർഡ് നോർമൽ ഫോമിലാണെന്ന് പറയാം. അപ്പോൾ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ആദ്യം നമ്മുടെ കയ്യിൽ കിട്ടിയ ഫ്ലാറ്റ് ലിസ്റ്റിന്, അതായത് മൊത്തം ഡേറ്റ കിടക്കുന്ന 2 ലിസ്റ്റ്, നമുക്ക് ആദ്യം കിട്ടിയത് ഒരു ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റും പിന്നെ ഈ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ്, അത് പർച്ചേസിൻ്റെ ലിസ്റ്റും പറ്റുവഴിയുടെ ലിസ്റ്റും. ഈ ട്രാൻസാക്ഷൻസിൻ്റെ ലിസ്റ്റിനെയും ഈ ക്രെഡിറ്റിൻ്റെ ലിസ്റ്റിനെയും നമ്മൾ ഫസ്റ്റ് പ്രൈമറി കീ കൊടുത്ത് പിന്നെ ഡ്യൂപ്ലിക്കേഷൻസ് ഒന്നും വരാതെ ആക്കി നമ്മൾ അതിനെ ഫസ്റ്റ് നോർമൽ ഫോമിലാക്കി. അതിൻ്റെ കോമ്പോസിറ്റ് പ്രൈമറി കീ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നമ്മൾ നോക്കി കണ്ടു. അതിനുശേഷം അതിനെ ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ പല ടേബിൾസ് ആക്കി. അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്ത് നിന്നുള്ള ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി റിമൂവ് ചെയ്തു. അപ്പോൾ ഇത്രയും സ്റ്റെപ്സിൽ കൂടെ നമ്മൾ ഇതിനൊരു തേർഡ് നോർമൽ ഫോമിലേക്ക് ആക്കി. അപ്പോൾ ഏതൊരു ഡേറ്റാബേസ് നമ്മൾ ഫ്രഷ് ആയി ഡിസൈൻ ചെയ്യുമ്പോഴും നമുക്ക് ചെയ്യാവുന്ന സ്റ്റെപ്സ് ഇതാണ്. ഫസ്റ്റ് നമ്മൾ ആ ഫ്ലാറ്റ് ലിസ്റ്റ് ഏതാണെന്നുള്ള കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനെ ഫസ്റ്റ് നോർമൽ ഫോമിലാക്കുക. പ്രൈമറി കീ എല്ലാം അപ്ലൈ ചെയ്ത് കോളംസിന്റെ നെയിമൊക്കെ യൂണീക്ക് ആണോ എന്ന് നോക്കി ആ കോളംസ് ഒരു കോളത്തിൽ മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് വാല്യൂസ് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി, അതായത് ഡേറ്റാബേസ് കൺസ്ട്രെയിൻസും പിന്നെ ഡേറ്റ ടൈപ്പിൽ തന്നെയാണ് ആ കോളം വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ അങ്ങനെ സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ ടേബിളിന് ഒന്നുകിൽ ഒരു കോമ്പോസിറ്റ് പ്രൈമറി കീ കൊടുക്കുന്നു, അതായത് മൾട്ടിപ്പിൾ കോളംസിനെ ചേർത്ത് വെച്ചൊരു പ്രൈമറി കീ കൊടുക്കുന്നു. അങ്ങനെയെല്ലാം ചെയ്ത് അതിനെ യുണീക്ക് ആക്കുന്നു. അങ്ങനെ നമ്മൾ യുണീക്ക് ആക്കിയ ടേബിളിൽ ഈ കോമ്പോസിറ്റ് പ്രൈമറി കീയിലെ ഏതെങ്കിലും ഒരു കീ കോളത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ വേറെ ഏതെങ്കിലും കോളം കിടക്കണമെന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ ആ ഒരു കേസ് നമ്മൾ സോൾവ് ചെയ്ത് നമ്മൾ സെക്കൻഡ് നോർമൽ ഫോം അച്ചീവ് ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് പല കോളംസിനെയും മാറ്റി വേറെ വേറെ സെപ്പറേറ്റ് ടേബിൾസ് എല്ലാം ഉണ്ടാക്കാം. അതെപ്പോഴും നല്ലതാണ്. നമ്മുടെ ബിസിനസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ഇന്ന ബിസിനസ്സിന് ചേരുന്ന കാര്യങ്ങൾ മാത്രം അതാത് ടേബിൾസിലിട്ട് നമുക്ക് ടേബിൾസിനെ സെപ്പറേറ്റ് ഔട്ട് ചെയ്യാം. അത് സെപ്പറേറ്റ് ഔട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എവിടെയെങ്കിലും ഒരു ഇൻഡയറക്റ്റ് ഡിപ്പെൻഡൻസിയോ റിലേഷൻഷിപ്പോ ഉണ്ടോ എന്ന് നോക്കാം. ആ ഇൻഡയറക്റ്റ് ഡിപ്പെൻഡൻസിക്കോ റിലേഷൻഷിപ്പിനോ നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി. അതും കൂടെ സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടേബിൾസ് എല്ലാം തേർഡ് നോർമൽ ഫോമിലാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും ബേസിക്കലി ചെയ്യണം നമ്മളൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ. ഇതെല്ലാം കൂടെ ഒറ്റയടിക്കായിട്ട് തലപോയിക്കണ്ട. നിങ്ങൾ തന്നെ ഇത് സ്വന്തമായിട്ട് ചെയ്ത് 1-2 പ്രാവശ്യം ചെയ്ത് പല പല ടേബിൾസും ഡേറ്റാബേസും ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ അത് വഴിയെ ശരിയാവും. സോ ഇതെല്ലാമാണ് എനിക്കിന്ന് ഡേറ്റാബേസ് നോർമലൈസേഷനെയും പറ്റിയും ഡേറ്റാബേസ് ഡിസൈനെയും പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾ കമൻസിൽ നോട്ട് ഡൗൺ ചെയ്യുക. നമ്മൾ അതിനെപ്പറ്റി ആൻസർ ചെയ്യുന്നതായിരിക്കും. ഈ ഡേറ്റാബേസ് ഇങ്ങനെ നോർമലൈസ് ചെയ്ത് വെക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഡേറ്റ ഇൻറ്റഗ്രിറ്റി എന്ന് പറയും. ഡേറ്റ ഇൻറ്റഗ്രിറ്റി ആൻഡ് കൺസിസ്റ്റൻസി. ഡേറ്റ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു റോയിൽ കൊടുക്കുന്ന ഡേറ്റ പിന്നെ നമ്മൾ ഒരു റോയിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് വയ്ക്കാത്തിടത്തോളം അവിടെ ഇവിടെ 2 ഡേറ്റ വന്നിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് വരില്ല. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു ജോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കസ്റ്റമർ അയാളുടെ പേര് മാറ്റി ജോണതൻ എന്നാക്കി. ഇപ്പോൾ ഒരു റോയിൽ ജോണും വേറെ റോയിൽ ജോണതൻ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ഡേറ്റ വരില്ല. അപ്പം അതിനാണ് ഡേറ്റ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. കാരണം ഒരു സ്ഥലത്ത് മാത്രമേ ഇപ്പം നമ്മൾ ആ കസ്റ്റമറിന്റെ പേര് സൂക്ഷിക്കും. പിന്നെ അതുപോലെ സ്റ്റോറേജ് അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ ഒരു സ്ഥലത്ത് അപ്ഡേറ്റ് ചെയ്തു വേറെ സ്ഥലത്ത് അപ്ഡേറ്റ് ആയില്ല, ഒരു സ്ഥലത്ത് ഇൻസേർട്ട് ചെയ്തു വേറെ സ്ഥലത്ത് ഇൻസേർട്ട് ചെയ്തില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഡ്യൂപ്ലിക്കേഷൻ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതുകൊണ്ട് സോർട്ടഡ് ഔട്ട് ആവും. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ജനറലി അനോമലീസ് എന്ന് പറയും. അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ പറയുന്നില്ല. അതെല്ലാം വഴി ഇത് ചെയ്ത് പതുക്കെ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് പ്രാക്ടീസിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഒരു മിനിറ്റ് പോണതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഈ വീഡിയോയിൽ നമ്മൾ വളരെ ലൈറ്റായി ടച്ചപ്പ് ചെയ്തിട്ടുള്ള കുറേ ടോപ്പിക്സ് ഉണ്ട്. ഈ പ്രൈമറി കീ, ഫോറിൻ കീ, അതിൻ്റെ റിലേഷൻസ്, കാര്യങ്ങളെല്ലാം. എന്നാൽ ഇതെല്ലാം ഇത് കൂടാതെ വേറെയും കാര്യങ്ങളൊക്കെ കൂടെ ചേർത്ത് ഇൻഡെപ്ത് ആയിട്ടൊരു വീഡിയോ സീരീസ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എത്ര പേർക്ക് വേണം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. അപ്പോൾ വേണ്ടവരെല്ലാവരും ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് നമ്മൾ ആ ഒരു വീഡിയോ സീരീസ് ചെയ്യുന്നതായിരിക്കും.